ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് വരാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഏറ്റവും വിജയിക്കാൻ ഇപ്പോൾ നിലവിലൊരു സാഹചര്യം വെച്ചിട്ട് വിജയിക്കൽ അനിവാര്യമായിട്ടുള്ള ഒരു മത്സരമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള 5 മത്സരവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മത്സരം വിജയിക്കേണ്ടി വരും. ഒരു ഡു ഓർ ഡൈ, ഒരു നോക്കൗട്ട് മത്സരം പോലെ തന്നെ കണ്ട് വിജയിച്ച് കയറേണ്ടി വരും. എന്നാലേ ഒരു പ്ലേ ഓഫ് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. നിലവിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ചില ടീമുകളൊക്കെ നമുക്ക് വേണ്ടി കനിഞ്ഞ് പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ ആവശ്യം നേരത്തെ അവർ പരാജയപ്പെടുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിച്ചു, ഒരു വട്ടം മുംബൈ തോൽക്കണം എന്ന് ചോദിച്ചപ്പോൾ മുംബൈ തോറ്റിയില്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആണ്. അവരൊക്കെ കയറി പോയിട്ടുണ്ട്, 32 പോയിൻറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 24 ഒരു മത്സരമൊക്കെ ഒരു കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്നാലും അവരെടുത്ത് എത്തണമെങ്കിൽ അടുപ്പിച്ചുള്ള കളിയൊക്കെ ജയിക്കണം. മോഹൻ ബഗാനെതിരെ എന്തായാലും മസ്റ്റ് വിന്നാണ്. നമുക്കാണെങ്കിൽ വരുന്ന മത്സരമൊക്കെ ഏറ്റവും മുകളിലുള്ള ടീമുകളായിട്ടാണ് കളി. ആദ്യം ടോപ്പ് 4 നിൽക്കുന്ന ടീമിനായിട്ടാണ് കളി. അപ്പോൾ വളരെ ഒരു ടഫസ്റ്റ് സിറ്റുവേഷനാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിലിപ്പോൾ മോഹൻ ബഗാനായിട്ട് വരുമ്പോൾ ഒരു ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ന്യൂസുകൾ എന്താ വെച്ചാൽ ഗ്രെഗ് സ്റ്റുവാർട്ടിന് 4 യെല്ലോ കാർഡായിട്ട് സസ്പെൻഷനിലാണ്. ഗ്രെഗ് സ്റ്റുവാർട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ബട്ട് എന്നാലും അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് വലിയ ഇതൊന്നും ആക്കേണ്ട. ഗ്രെഗ് സ്റ്റുവാർട്ട് അല്ലെങ്കിൽ ഗൊമിങ്സോ പെട്രറ്റസോ ആരെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും അവിടെ. ബട്ട് ഗ്രെഗ് സ്റ്റുവാർട്ട് ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്, മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലെയറാണ്. ഇപ്പോൾ പുള്ളിയില്ല എന്നുള്ളത് ഒരു ചെറിയ ആശ്വസിക്കാം. അതുപോലെ മറ്റു 3 താരങ്ങൾ കൂടി, സൂപ്പർ താരങ്ങൾ കൂടി ഉണ്ടാവില്ല. സഹൽ അബ്ദുൽ സമദ്, ആശിഷ് റായ്, അതുപോലെ അനിരുദ്ധ താപ്പ എന്നീ 3 പ്ലെയേഴ്സിനും അവരിൽ ഇഞ്ചുറിയാണ്. അപ്പോൾ ഈ 3 താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നുള്ള ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കുറച്ച് ആശ്വാസം നൽകാം. ബട്ട് എന്നാലും അവരിൽ പ്ലേയേഴ്സ് ഉണ്ടെന്ന് തന്നെ പറയാം. എന്നാലും അവർക്കൊക്കെ ബാക്കപ്പ് ആയിട്ട് അവർക്ക് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൽ തന്നെ നമ്മൾ തോൽക്കാൻ കാരണം അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് കൊണ്ടാണ്. നമ്മൾ 2-1 ലീഡായി നിൽക്കുന്ന ലാസ്റ്റ് 5 മിനിറ്റിലാണ് അവർ തിരിച്ചടിച്ചത്. അവർ ആഷിഖ് കുർണിയനെയും ഹുമിങ്സിനെ ഇറക്കി വിട്ടു. അവർ കളിയാണ് ചേഞ്ചാക്കി, അവർ ജയിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല. അതാണ് നമ്മുടെ നിലവിലെ പ്രശ്നം. അവർക്ക് നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും അവർക്ക് വലിയ കാര്യമൊന്നും ആവില്ല. അപ്പോൾ എന്താണ് നാളത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. മസ്റ്റ് വിൻ ഗെയിമാണ്, കണ്ടറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.